വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോകുന്ന മേക്കപ്പ് ലുക്ക് വന്നിട്ട് നമ്മുടെ നയൻതാര ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നയൻതാരയുടെ ഒരു സിഗ്നേച്ചർ മേക്കപ്പ് ലുക്ക് ഉണ്ട്, ഒരു സ്മോക്കി ഐസ് വിത്ത് ന്യൂഡ് ലിപ്സ്റ്റിക്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് റിക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കധികം സംസാരിക്കാണ്ട് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓൾറെഡി എൻ്റെ ഫേസ് പ്രപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതായത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒലയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ലിപ് ബാമും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ സ്കിൻ കെയർ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ മേക്കപ്പിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. അതിന് തന്നെ നമ്മൾ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷനായിട്ട് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഫോട്ടോ ഫോക്കസ് റേഞ്ചിലുള്ള ഫൗണ്ടേഷനാണ്. ഫേസിൻ്റെ സെൻറ്ററിൽ മാത്രം ഞാൻ ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിനെ നമുക്ക് ബാക്കിയുള്ളിടത്തോട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ വെറ്റായിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് എൻ്റെ ഫേസിൽ മൊത്തം ഞാൻ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷൻ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൺസീലർ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ സെയിം റേഞ്ച് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ സെയിം റേഞ്ചിലുള്ള കൺസീലർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു കൺസീലറാണ് കേട്ടോ. അപ്പോൾ കൺസീലർ വന്നിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടിയിലും അതേപോലെ തന്നെ ബ്രിഡ്ജ് ഓഫ് ദ നോസിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ എനിക്ക് സൈഡിലൊരു കുരുവിൻ്റെ പാടുണ്ട്, അപ്പോൾ അതിനും അപ്ലൈ ചെയ്തു. പിന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനെടുത്ത ആ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാക്മേയുടെ സൺ എക്സ്പേർട്ട് കോമ്പാക്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതെൻ്റെ കംപ്ലീറ്റ് ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നൊന്ന് മാറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എൻ്റെ ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ബ്രൗ കിറ്റാണ് എടുത്തത്. നല്ല തിക്കായിട്ട് തന്നെ ഞാൻ എൻ്റെ ബ്രൗസ് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഐഷാഡോ പാലറ്റിൽ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് കോണ്ടോർ ചെയ്യുവാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ നോസ് കോണ്ടോർ ചെയ്യുന്നുണ്ട്. ഒരു വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ വിരൽ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെയിം ഐ ഷാഡോ പാലറ്റിൽ ആ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് എൻ്റെ ചീക്ക് ബോൺസിൻ്റെ ഏരിയാസിലും ഞാനൊന്ന് കോണ്ടോർ ചെയ്യുന്നുണ്ട്. ഞാൻ കോണ്ടോർ ചെയ്തപ്പോൾ കുറച്ച് കൂടിപ്പോയും തോന്നിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മീതെ കൂടെ തന്നെ. അപ്പോൾ പ്ലമ്മിൻ്റെ കാജൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വാട്ടർ ലൈനിൽ എഴുതുന്നത്. നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ് ഇതിന്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വാട്ടർ ലൈനിൽ ഈ ഒരു കാജൽ വെച്ച് എഴുതുന്നത്. പക്ഷേ ബ്ലെൻഡ് ചെയ്യാൻ ഇത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ ലാക്മേയുടെ ഐക്കോണിക് കാജൽ വെച്ചിട്ട് എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഞാൻ റാൻഡമായിട്ട് ജസ്റ്റ് ഇന്ന ഡിസൈൻ കറക്റ്റ് ഷേപ്പൊന്നും ഇല്ലാണ്ട് വെറുതെ വരച്ചിട്ട് നമ്മുടെ വിരൽ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. നമ്മൾ സ്മോക്കി ഐസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ജസ്റ്റ് ആ ഒരു കാജൽ വെച്ചിട്ട് വരച്ചിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് വേണ്ട അത്രയും ഇൻറ്റൻസിറ്റി കിട്ടുന്നത് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം ഒരു ഡീപ്പ് ബ്രൗൺ കളറിൽ ഐ ഷാഡോ എടുത്തിട്ട് ഞാൻ എൻ്റെ മീതയിൽ മീൻസ് നമ്മൾ കാജൽ അപ്ലൈ ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സെയിം ഡീപ്പ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ലോവർ ലാഷ് ലൈനിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ ആ മുകളിൽ അപ്ലൈ ചെയ്ത സെയിം ഐ ഷാഡോ വെച്ചിട്ട് തന്നെ നമ്മൾ കണ്ണിൻ്റെ താഴെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ കണ്ണിൻ്റെ മുകളിൽ കൂടെ ഒരു ഐലൈനറും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഐലൈനറാണോ അത് വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഇന്നർ കോർണറും ഔട്ടർ കോർണറും ഒന്ന് ഡിഫൈൻ ചെയ്യാം. മേബിലിൻ്റെ ബേബി ലിപ് ബാം ആണ് നമ്മളിന്ന് ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് എൻ്റെ ചീക്സിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷ് തരുന്നൊരു ലിപ് ബാം ആണിത്. നമ്മുടെ ഫേസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു പ്രൈമറാണ് എടുത്തിരിക്കുന്നത്. ഇത് പ്രൈമറാണെങ്കിലും നല്ലൊരു ഇലൂമിനേറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതെൻ്റെ ചീക്ക് ബോൺസിൻ്റെ ആ ഒരു ഹയസ്റ്റ് പോയിൻറ്റ്സിലൊക്കെ ഞാൻ യൂസ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു 2-3 ഡോട്ട് എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ വിരൽ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല
അടിപൊളിയായിട്ടുള്ള നല്ലൊരു നാച്ചുറലായിട്ടുള്ള ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈമർ വെച്ചിട്ട് എൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ്സിലെല്ലാം ഞാനൊരു ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യുവാണ്. നമ്മുടെ ബ്രൗ ബോൺസിലും അതേപോലെ ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം ആ ഒരു പോർഷനിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ശരിക്കും അറിയാൻ പറ്റും, നമ്മുടെ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ പ്രത്യേകിച്ചും. കാരണം കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ നമ്മളൊരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ശരിക്കും നല്ല വിടർന്ന് നിൽക്കുന്ന കണ്ണ് പോലെ നമുക്ക് തോന്നിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു കുഞ്ഞ് ഒരു ഹൂഡഡ് ഐസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ട്രിക്കാണത്. അടുത്തതായിട്ട് മസ്കാര അപ്ലൈ ചെയ്യണം. ഓഫ് കോഴ്സ് ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ഒട്ടും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പാണ്. നല്ല വിടർന്ന കൺപീലികളാണ് നയൻതാരയ്ക്കുള്ളത്. സോ ഒരു 2 to 3 coats ഓഫ് മസ്കാര ഞാൻ അപ്ലൈ ചെയ്തു. പിന്നെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കിനായിട്ട് ഞാൻ മെയ്ബിലിൻ്റെ ന്യൂഡ് നുവാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, നമ്മുടെ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിൻ്റെ പുറത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ബൈ.